നിങ്ങൾ ഇതിനൊരു വിവേചനം കാട്ടി? അതിന്റെ ഉപയോഗം എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് ചെയ്തതാണ്. പറഞ്ഞു പോയപ്പോഴേ എനിക്ക് അറിയണ്ടേ ഒഴിച്ചിട്ടാണ് വ്യത്യാസം വരുന്നതെന്ന്. അപ്പൊ അതിന് വേണ്ടിട്ട് ഈ ഒരു പ്ലാന്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന്റെ സ്ലറിന്റെ ഉപയോഗം പറഞ്ഞല്ലോ, ഇതിനെ പട്ടിണിയാക്കണ്ട, ഒഴിച്ചു കൊടുക്കും. പക്ഷെ നിങ്ങളെ പറഞ്ഞു പോയപ്പോ ഒന്ന് നോക്കിയാണ് ഞങ്ങള് ടെസ്റ്റ് ചെയ്തായിരിക്കും നിങ്ങള്. ആയിക്കോട്ടെ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൽപ്പേഞ്ചേരി പഞ്ചായത്തിലെ റഹ്മത്ത് നഗർ എന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ അഹമ്മദ് കുട്ടിക്കാന്റെ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അഹമ്മദ് കുട്ടിക്കാന്റെ വീട്ടില് 2 വർഷം മുന്നേ നമ്മൾ QNCubeന്റെ ഒരു ബയോഗ്യാസിന്റെ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അഹമ്മദ് കുട്ടിക്കാന്റെ അടുക്കളയിൽ അത് കത്തുന്നതും അതുപോലെ അതിലത്തെ സ്ലറി ഒഴിച്ചിട്ട് അഹമ്മദ് കുട്ടിക്കാന്റെ പച്ചക്കറിന്റെ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ചെടികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ഇന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മൾ അഹമ്മദ് കുട്ടിക്കാന്റെ വീട്ടിൽ വെച്ച പ്ലാന്റ്, QNCubeന്റെ വാട്ടർ ജാക്കറ്റ് പ്ലാന്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് എത്രത്തോളം ഗ്യാസ് കിട്ടുന്നുണ്ട് എന്തെല്ലാം എന്നുള്ളത് നമ്മൾ അകത്ത് പോയിട്ട് അത് കത്തുന്നൊക്കെ ഒന്ന് കാണാം. അപ്പൊ എന്തൊക്കെയാ നമ്മള് പ്ലാന്റിന്റെ വിശേഷങ്ങള്, പിന്നെ എത്ര മണിക്കൂർ നിങ്ങൾക്ക് പ്ലാന്റ് കത്തുന്നുണ്ട്? എനിക്ക് വളരെ ഉപകാരമാണ്. 3 മണിക്കൂർ ഇത് ബയോഗ്യാസ് തന്നെ ഞാൻ ഉപയോഗിക്കല്. പിന്നെ നമ്മൾ അതിൽ സാധനം വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് അതിൽ കൂടുതൽ ഉപയോഗിക്കാം. എന്റെ അഭിപ്രായം വളരെ ഉപകാരമാണ്. നമുക്കേ ഇത് വെച്ചതിന്റെ ശേഷം LPG ഗ്യാസ് എത്രത്തോളം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടി? ഞാൻ ഒരു മാസത്തിൽ ഒരു കുറ്റി ഉപയോഗിച്ചിരുന്ന ആളാണ്. അതെ. ഇപ്പോക്ക് ഒരു 2 മാസം കൂടുതൽ ഉണ്ട് എന്റെ മറ്റേ ഗ്യാസും കുറ്റി. അപ്പൊ നിങ്ങൾക്ക് ഉപകാരം, വളരെ ഉപകാരം തന്നെയാണ്. ബയോഗ്യാസ് ആണ്. പിന്നെ ഇതിന്ന് വരേണ്ട തീയിന്റെ ചൂട്, ആ ചൂടിനെ പറ്റിയൊക്കെ നമ്മളെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. പെട്ടെന്ന് തളക്കും. ഈ മറ്റേ ഗ്യാസിനെക്കാട്ടിയും കൂടുതൽ സ്പീഡിലാണ് ഈ ഗ്യാസ് വരുന്നത്. ചൂടും നല്ല ചൂടുണ്ട് അല്ലേ? അപ്പൊ നമ്മളെ വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് പ്രേക്ഷകരോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങൾക്ക്? ഇത് വെച്ചതിന്റെ ശേഷം ഞങ്ങള് കോളേജിലെ ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ കൂടുതൽ വേസ്റ്റ് ഉണ്ടാവും. ഏത് കോളേജാണ് നിങ്ങൾ ക്യാൻറ്റീൻ? വിമൻസ് കോളേജ് കടങ്ങാത്തുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് വേസ്റ്റ് വരുന്നത് ആദ്യം ഞങ്ങളത് പുറത്ത് കൊടുന്ന് ഇടുന്നു. അപ്പൊ സ്മെല്ല് നല്ല ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങള് ബയോഗ്യാസിനെ പറ്റി കണ്ടതും അറിഞ്ഞതും. അപ്പൊ അത് വെച്ച് അതിൽ ഒഴിക്കൽ തുടങ്ങിയപ്പോ യാതൊരു കുഴപ്പമില്ല, സ്മെല്ലൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് വളരെ ഉപകാരമാണത്. വളരെ ഉപകാരമാണല്ലേ? അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ഇതിൽ നടക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലത്തെ എല്ലാ വേസ്റ്റുകളും ഇതിനകത്തേക്ക് ഡിസ്പോസ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് 3 മണിക്കൂർ ഗ്യാസ് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഗ്യാസ് കാശില്ലെങ്കിലും ഗ്യാസ് കത്തിക്കാം. ഒരിക്കൽ ചെലവാക്കിയാലും കൂടുതൽ പിന്നീട് നമുക്ക് സമ്പാദിക്കാം. അതാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ നമ്മളെ കുറെ ആൾക്കാർക്ക് ഈ ബയോഗ്യാസ് വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ അതേമാതിരി എക്കസംഖ്യയിൽ നിൽക്കേണ്ട ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അവരോട് ഞാൻ പറയുന്നത് എന്താ അറിയോ, അതായത് ഒരു മിനിറ്റ്, നിങ്ങളെ അനുഭവം വെച്ചിട്ട് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഇത് പല ആൾക്കാർ വെക്കും, തെറ്റായ രീതിയിൽ ഉപയോഗിക്കും. നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ വന്നപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇനി ഇവിടുന്ന് വെക്കാനുള്ള ആൾക്കാരുണ്ട്. ഇത് നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാല് എനിക്ക് നല്ല ഉപകാരമാണ്. എന്താ വെച്ചാൽ ഞാൻ അതിനനുസരിച്ച് അതില് സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതിരിക്കാനുള്ള സാധനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇത് വെക്കണം എന്നാണ്. എല്ലാരും ഉപയോഗിക്കണം. എന്താ വെച്ചാ നമ്മള് ഗ്യാസ് മറ്റേത് നമ്മള് അടുക്കളയില് ഗ്യാസ് ആക്കാൻ മറന്നു പോയാല് അപകടമാണ്. ഈ ഗ്യാസ് ആവുമ്പോ കത്തിയിട്ട് അത് അതിന്റെ സമയമാകുമ്പോ ഇനി മറന്നാലും നമ്മള് ഏതെങ്കിലും പണിത്തിരക്കിൽ അങ്ങോട്ടോ നീങ്ങിയാലും ഇത് കത്തി താനെ ഓഫാവും. ഇത് നമുക്ക് അപകടം വരുന്നില്ല. പിന്നെ ഇതിന് വരേണ്ട വാസന, ഇപ്പൊ അതായത് നിങ്ങൾ ഏകദേശം ഇതവിടെ അടുത്ത് തന്നെയാണ് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. ഏകദേശം അടുക്കളയിൽ നിന്ന് 1 മീറ്റർ പോയിട്ട് 2 അടി വരെ ക്യാപ്പിലല്ല വെച്ചിട്ടുള്ളത്. വളരെ അടുത്താണല്ലോ നിങ്ങൾ അടുക്കളുടെ. അപ്പോ ഈ അടുക്കളുടെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ല വാസന കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു സ്മെല്ലും ഇതിനില്ല. ഗ്യാസിന്റെ സ്മെല്ല് എന്നല്ലാതെ അത് വെറുതെ ആൾക്കാർക്ക് തോന്നലായിരിക്കും ചിലവർക്ക്. അതഞ്ഞ് വേറെ ഗ്യാസുകാർ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ സ്മെല്ല് അത് നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നത് അതേപോലെ ഇരിക്കും. പിന്നെ ചില ആൾക്കാർക്കുണ്ട് ഈ ബയോഗ്യാസിന്റെ
ഗ്യാസ് കത്തുമ്പോൾ വാസന ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് വാസന ഉണ്ടോ? ഒരു വാസനയില്ല. ഇല്ലല്ലോ. ഇല്ല. അവർക്ക് ഉണ്ടായിരിക്കാൻ എനിക്കറിയില്ല വാസന. എൻ്റെ അടുപ്പ് ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി തുടങ്ങി. യാതൊരു സ്മെല്ലും ഇല്ല. പിന്നെ ഇതിന്ന് വേണ്ട സ്ലറി ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു? അത് ഞാൻ അത്യാവശ്യം പച്ചക്കറിന്റെ വീട്ടില് ചെടിയൊക്കെ ഉണ്ട്, അതിന് പിന്നെ ഒഴിച്ചു കൊടുക്കും. നമുക്ക് നമ്മളെ പച്ചക്കറിയും ചെടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇത്ത ബയോഗ്യാസ് വരേണ്ട സ്ലറി വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഇപ്പൊ ഇത്താന്റെ കൃഷി കണ്ടാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇത്ത നമ്മൾ കൃഷിനെ പറ്റിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താലേ. ഇതൊക്കെ ഞാൻ സ്ലറി ഉപയോഗിച്ചിട്ട് അതിന് വരുന്ന അത് ഉപയോഗിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. അതിന്റെ വെള്ളം അല്ലേ? വെള്ളങ്ങള് ഡയലൂട്ട് ചെയ്തിട്ടല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്? അതില് കൂടുതൽ വെള്ളം ഒഴിക്കും, എന്നിട്ട് ഒഴിച്ചു കൊടുക്കൂല. ഒഴിച്ചു കൊടുക്കാതെ നിക്കണാണ് ഇതില്ലേ. ഇത് ഞാൻ അതിന് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതൊക്കെ പഠിത്ത് ഞാന് ഒരു 15 ദിവസം കൂടുമ്പോ അതില് ഒരു 15 ലിറ്റർ വെള്ളം എടുത്തിട്ട് അത് ചെറിയ ഒഴിച്ചിട്ട് ചെയ്യണാണ് ഇതൊക്കെ. അല്ല, കറിവേപ്പിന്റെ ഇതൊക്കെ സ്ലറി കൊണ്ട് തന്നെയാണ്. ഇത് ഒക്കെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവണം. ഇതിന് മാത്രം ഒഴിച്ചിട്ടില്ല. അപ്പൊ അത് വേറെ. അതെന്താ നിങ്ങൾ ഇതിനൊരു വിവേചനം കാട്ടി? അത് ഞാൻ അതിന്റെ ഉപയോഗം എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് ചെയ്തതാണ്. പറഞ്ഞു പോയപ്പോഴേ എനിക്ക് അറിയണ്ടേ അത് ഒഴിച്ചിട്ടാണ് വ്യത്യാസം വരുന്നതെന്ന്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു പ്ലാന്റിൽ ഒഴിച്ചു കൊടുത്തിട്ട്. ഏതായാലും നിങ്ങൾ ഇതിന്റെ സ്ലറിന്റെ ഉപയോഗം പറഞ്ഞല്ലോ, ഇനി ഇതിനെ പട്ടിണിയാക്കണ്ട, ഒഴിച്ചു കൊടുക്കും. പക്ഷെ നിങ്ങളെ പറഞ്ഞു പോയപ്പോ ഒന്ന് നോക്കിയാണ്. ഞങ്ങള് ടെസ്റ്റ് ചെയ്തായിരിക്കും നിങ്ങള്. ആയിക്കോട്ടെ. ഇതൊക്കെ അത്യാവശ്യം മുളകൊക്കെ ഞാനിതാ ഇവിടുന്ന് വാങ്ങലില്ല. ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എന്താ എല്ലാ മുളകുമാരും അതൊക്കെ കായ്ക്കണ്. എല്ലാ മുളകും ഉണ്ട്, വേറെ ഉണ്ട്. ഇതൊക്കെ പിന്നെ ചീനമുളകുണ്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞു പോയതല്ല. അപ്പൊ അത് ഇനി അടുത്തത് നിങ്ങൾ വരുമ്പോ അതും ഉഷാറായിട്ടുണ്ടാവും. അങ്ങനെ ആവട്ടെ. അപ്പൊ അടുക്കളത്തോട്ടം കൂടി ഒന്ന് ഉഷാറാക്കാം വെച്ചാല്. എന്നെ പോലുള്ള ആൾക്കാർക്ക് നല്ല ഉപകാരമാണ്. അല്ലേ? അപ്പൊ നമ്മൾ ഇത്താന്റെ പരിമിതമായ സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ലറിയൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോ നല്ല പരിമിതമായ സ്ഥലത്ത് നിങ്ങളെ കഴിയുന്ന പരമാവധി നിങ്ങൾ കൃഷി ചെയ്തെന്നൊരു പ്രത്യേകം ബയോകുക്കിന്റെ ഒരു നന്ദിയും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ ഇത്ത, എന്നാ ഓക്കെ. എന്നാൽ അപ്പോ ഇതൊക്കെയാണ് നമ്മളെ ബയോഗ്യാസ് പ്ലാന്റിന്റെ വിശേഷങ്ങൾ. ഇത്ത നമ്മളോട് എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ ബയോഗ്യാസിന്റെ പ്ലാന്റ് എന്തൊരാവശ്യത്തിനാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മളെ നമ്പറൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ നോക്കി വിളിച്ചാൽ മതി. ഇനി ബയോഗ്യാസിന്റെ എന്തൊരു അഭിപ്രായത്തിനും നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളി. എവിടെയെങ്കിലൊക്കെ ഡെഡായി കിടക്കേണ്ട ബയോഗ്യാസ് അത് എങ്ങനെ വീണ്ടും ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും. നിങ്ങൾ ചോദിച്ചോളൂ, നമ്മൾ അതിന്റെ എല്ലാ ഉത്തരങ്ങളും നമ്മൾ തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ പ്രേക്ഷകർക്ക് എല്ലാ ഉറപ്പും കൊടുത്തൂടാ? എല്ലാ ഉറപ്പും കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഓക്കെ, ഗുഡ് ബൈ. BioCook. Sustain your green energy